ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബട്ടർ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 കപ്പ് അളവിൽ പാല് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് ഞാനൊന്ന് തണുത്ത ശേഷം ഞാനൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത്, ഇനി ഞാൻ ഇതിലേക്ക് 2 അവക്കാഡോ ആണ് എടുക്കുന്നത്. നന്നായിട്ട് പഴുത്ത ഇതാണിത്. അപ്പോൾ അധികം പഴുക്കാത്തതൊക്കെ ആണെങ്കിൽ അപ്പോൾ ജ്യൂസ് അടിക്കുമ്പം ഒരു ചെറിയൊരു കയർപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല പഴുത്തത് നോക്കി എടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇതിനകത്തൊരു സീഡുണ്ട്. അപ്പോൾ ആ സീഡ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. ഇതിൻ്റെ കറക്റ്റായിട്ട് അത് പൂർണ്ണമായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു കയ്പുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മാറ്റി ക്ലീനാക്കി എടുക്കുക. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലേക്കിട്ട് നമ്മൾ തണുപ്പിച്ചെടുത്ത പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാ പാലും കൂടെ ചേർക്കരുത്, കുറച്ച് പാലൊഴിച്ച്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബദാമും കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുതിർത്തിട്ട് ചേർക്കാം. ഞാനിങ്ങനെ ഡയറക്റ്റാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഖജൂറും കൂടെ ചേർത്ത് കൊടുക്കാം. അവക്കാഡോ, അതുപോലെ ബദാം, കാഷ്യൂനട്ട്, പിന്നെ അതുപോലെ ഈന്തപ്പഴം എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വന്നതിലേക്ക് ബാക്കിയിരുന്ന പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്കിലല്ലല്ലോ നമുക്ക് കുടിക്കാൻ വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ആക്കാം. പുതിയൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.